ശബരിമലയിൽ മലചവിട്ടിയെത്തുന്ന തീർത്ഥാടകർക്ക് കരുതലിന്റെ കരസ്പർശവുമായി സൗജന്യ ഫിസിയോതെറാപ്പി ക്ലിനിക്. ദിവസവും നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ചികിത്സ തേടിയെത്തുന്നത്. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്കും വിവിധ ജോലികൾക്കായി എത്തുന്നവർക്കും ഏറെ ആശ്വാസമാണ് ഫിസിയോതെറാപ്പി ക്ലിനിക്ക്. ചിലത് ചെയ്തതിനു ശേഷം കുറവുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഉപകാരം. പത്തനംതിട്ട റീഹബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റും സംയുക്തമായാണ് ക്ലിനിക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു രക്ഷാധികാരി പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനയാണ് പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ. ഇത് 4ാം വർഷമാണ് ശബരിമലയിൽ മണ്ഡലകാലത്ത് സൗജന്യ ഫിസിയോതെറാപ്പി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇവിടെ ഏകദേശം ഒരു സമയത്ത് ഒരു ദിവസം 2 സെൻറ്ററിൽ ഇപ്പോൾ ശബരിപീഠത്തിലും സന്നിധാനത്തിലുമാണ് നമുക്ക് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഏകദേശം 200ഓളം അയ്യപ്പ ഭക്തർ ഡെയിലി നമ്മുടെ ഇവിടെ സേവനം കിട്ടുന്നുണ്ട്. ജർമ്മൻ നിർമ്മിത ഉപകരണങ്ങളും സന്നിധാനത്തെ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ഉപയോഗിക്കുന്നു. We are providing different kinds of treatment like normal physiotherapy like IFT, TENS, ultrasound and advanced physiotherapy, cupping therapy and stretching exercise. In another level, we are doing a matrix rhythm therapy. It is a German technology which is applied for cellular biological. അനുഭവത്തിലൂടെ ഞാനും പറയുന്നു, ഡോക്ടർ വിനോദ് ദേവരാജൻ ഉൾപ്പെടെയുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം വലിയതാണ്. ശബരിമല തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, സന്നിധാനം.